ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനല്ല ഇന്ന് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. സ്പെഷ്യൽ മക്രോണി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അത് പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ ചിക്കൻ മക്രോണിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഉമ്മ ചിക്കൻ മക്രോണി കേട്ടോ ആക്കുന്നത്. അപ്പം ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഉമ്മ അവിടുന്ന് ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അയിനോട് ഓ പറയാൻ പറഞ്ഞതിന് ശേഷം അവള് മൊത്തം ഓ ഓ നോക്കി കളിക്കുന്നുണ്ട്. എന്താണ് എന്താ തുമ്മ വലിക്കുന്നു? എന്നിട്ടോ എന്നിട്ടോ ബോൺലെസ് ചിക്കൻ ആട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമ്മൾ എടുക്കുന്ന മുളക് പൊടി കുറച്ച് സ്പൈസിയാണ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി. അഥവാ സ്പൈസി കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സോയാ സോസ് ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് വെക്കണം എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ 15 മിനിറ്റ് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് അത് സൈഡാക്കി വെക്കാം. ഇങ്ങനെ ഒരു ബൗളിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് വെച്ചോട്ടോ. അതിനുശേഷം നമ്മൾ 4 ഉണക്കമുളകാണ് ഇട്ടിട്ടുള്ളത്. ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 15 മിനിറ്റ് അതും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. ഈ ഒരു വെസലിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നമ്മളെ മക്രോണിക്ക് അനുസരിച്ചിട്ടുള്ള. അപ്പോൾ അത് കുറച്ച് തിളക്കുന്നത് വരെ നമ്മൾ അതവിടെ വെക്കും കേട്ടോ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തത് 500 ഗ്രാം മക്രോണിയാണ് കേട്ടോ. അതാണ് നമ്മൾ അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, ക്യാരറ്റ്, പിന്നെ വെളുത്തുള്ളി, ഓണിയൻ ആൻഡ് ഗ്രീൻ ചില്ലി. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലും സോൾട്ടും പിന്നെ അതിന് ശേഷം നമ്മൾ 500 ഗ്രാം മക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ് ടു 15 മിനിറ്റ് വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മക്രോണി ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 15 മിനിറ്റ്സ് അതൊന്ന് വേവിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ മക്രോണി വേവുന്ന സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചില്ലി 15 മിനിറ്റ് ആയിട്ടോ. അങ്ങനെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അതിൻ്റെ വെള്ളവും പിന്നെ സോക്ക് ചെയ്ത് വെച്ച ചില്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹാഫ് ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ നമുക്ക് ചിക്കന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ മക്രോണി ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ബട്ടർ, ഒരു സ്മോൾ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാ. പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാം വെളുത്തുള്ളിയാ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ വെച്ചു, ബട്ടർ ഇട്ടു, പിന്നെ വെളുത്തുള്ളി അതെല്ലാം കൂടി ഒന്ന് വെളുത്തുള്ളിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റണം ഉമ്മ പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ.
ചെയ്ത് വെച്ച ഒണിയന്, പച്ചമുളക് വഴറ്റിയത്, അത് രണ്ടേ ഇടുള്ളൂ. അപ്പം ആദ്യം നമ്മൾ ഒണിയനും പച്ചമുളകും ഇട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന്, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സോൾട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്നിച്ചിടാൻ പറ്റില്ല, കുറച്ച് നല്ലോണം നല്ലോണം ബ്രൗൺ കളറാണ്. അപ്പോൾ ഉള്ളി നല്ലോണം ഒരു ബ്രൗണിഷ് കളറാകുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള ക്യാരറ്റ് കാര്യങ്ങൾ ഇടാൻ പാടുള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. വേറെ എന്തുള്ള ക്യാരറ്റും തക്കാളി മാത്രമേ ഉള്ളൂ. ഇത് ഏകദേശം ആയി കേട്ടോ നമ്മളെ മക്രോണി. ഓക്കെ, അപ്പൊ ഇത് അതിനുശേഷം നമ്മൾ തക്കാളിയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ലോണം വഴറ്റിയെടുക്കണം. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒരു 1 to 2 മിനിറ്റ് അത്ര മതി. അപ്പം അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ച ഉണക്കമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെച്ച ഉണക്കമുളകും പിന്നെ സോയാ സോസും ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ചില്ലി സോസ്, പിന്നെ കുറച്ച് ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമല്ലെങ്കിൽ ഇതെല്ലാം കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പം സ്പൈസി ആണെന്നറിയില്ല, ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് സ്പൈസി കുറവായിരിക്കും. അപ്പം നിങ്ങൾ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൈസി ഉണ്ടാവും. ഇത് കാശ്മീരി ആയതുകൊണ്ടാണ് നമ്മൾ അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ആയതുകൊണ്ടാണ് കേട്ടോ ചില്ലി നമ്മൾ അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചില്ലി കുറച്ച് സ്പൈസി ആണെങ്കിൽ കൂടുതൽ ഇടണ്ട, അപ്പം കുറച്ച് എരിവ് കൂടും. വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മക്രോണി റെഡിയായി. പുഴുങ്ങിയ മക്രോണി നമ്മളിങ്ങനെ ഒരു അരിപ്പയിലാണ് കേട്ടോ സെർവ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിലായ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു ഗ്രേവി ഈ ഒരു തിക്കിൽ മതി അല്ലേ? ഈ ഒരു തിക്നെസ്സിൽ മതി നമ്മുടെ മസാല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലയിലേക്ക്. അതൊന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മക്രോണിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഈ മസാല ഒന്ന് പിടിക്കുന്ന വരെ നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് അല്ലേ? എത്ര മിനിറ്റ്? 1 to 2 മിനിറ്റ് മതി. അപ്പോൾ 1 to 2 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ മക്രോണി റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ബൗളിലോട്ടേക്ക് സെർവ് ചെയ്യണം കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. നമുക്ക് വേഗം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. This is very sad in my life. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഓക്കെ, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കനും പിന്നെ കുറച്ച് അടിപൊളിയാക്കിയിട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എരിവുണ്ട്. അപ്പം സ്പൈസി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇട്ടോ കേട്ടോ. ഇപ്പം നമ്മളിത് കറക്റ്റ് സ്പൈസി കേട്ടോ. നമ്മൾ കാശ്മീരി ആയതുകൊണ്ട് ഉണക്കമുളക് കാശ്മീരിയാണ്. നമ്മൾ നോർമൽ ചില്ലി പൗഡർ കുറച്ച് എരിവുള്ളതാണ് കേട്ടോ. അപ്പം ഗൈസ് സൂപ്പർ. അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ. നല്ലോണം മസാല മക്രോണിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങനെ പാസ്ത ഒക്കെ ആക്കുമ്പോൾ നമ്മൾ ചൂടോടെ സെർവ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. യൂക്കാക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തട്ടോ. എങ്ങനെയുണ്ട് യൂക്കാക്ക്? അപ്പൊ യൂക്കാക്കും നല്ലോണം ഇഷ്ടമായി. അപ്പൊ യൂക്കാക്ക് ഇഷ്ടമായിട്ടില്ലേ? അപ്പൊ യൂക്കാക്കും നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഗൈസ് ബൈ.